ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇത് ആരാന്ന് മനസ്സിലായില്ലേ? നമ്മളെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ ഇത് വെച്ചിട്ട് ഒരു ഹലുവയാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പം എപ്പോഴും കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഇത് അങ്ങനെ കിട്ടില്ലായിരുന്നു. ഈ ഡിസംബർ ആ മാസങ്ങളിലൊക്കെ കിട്ടാറുള്ളൂ, നവംബറൊക്കെ. അപ്പോൾ അത് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള കാര്യമാണ്. ഡൈജഷന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്, പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ബ്ലഡ് ഷുഗർ കുറയ്ക്കാനൊക്കെ നല്ലതാണ് പറയണു. വളരെ നല്ലൊരു സാധനമാണ്. അപ്പം നമുക്കിത് ഇടക്കിടക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ കുറച്ചൊന്ന് ഒരു മധുരമൊക്കെ കൂട്ടിയിട്ട് ചെയ്യണം. അതായത് ഹെൽത്തി ഇതല്ല, ഒരു മധുര ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇത് മുറിച്ചെടുക്കണം. എന്നിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ നമ്മൾ മധുരക്കിഴങ്ങൊക്കെ ഇങ്ങനെയാണ് മുറിച്ചത്. അതായത് അത് വെന്തൊടയണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ചെറുതാക്കി മുറിച്ചതേ ഉള്ളൂ. അല്ലാതെ അത് ശരിക്കും തോലോടെ കൂടെ കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ട് തോല് കളഞ്ഞ് ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനി തോല് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. എന്നിട്ട് കുക്കറിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അതായത് അത് വെന്ത് കിട്ടാനുള്ള വെള്ളം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ അത് അബ്സോർബ് ചെയ്ത് അത് റെഡി ആയിക്കോളും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു 2-3 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് കൊണ്ടുവരാം. ഇത് കണ്ടോ, നമ്മൾ മധുരക്കിഴങ്ങൊക്കെ വേവിച്ച് അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം അത് ചെയ്ത് തുടങ്ങാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിത് പാനൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പം അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ഇതാണ് ചേർക്കണേ, നമ്മളെ മിക്സഡ് നട്ട്സ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കാഷ്യൂ നട്ട് അങ്ങനത്തെ ചേർത്താലും മതി കേട്ടോ, കിസ്മിസൊക്കെ. അപ്പോൾ ഇത് ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇത് ചേർക്കണമെന്നേ ഉള്ളൂ കേട്ടോ. മിക്സഡ് നട്ട്സാണ് ആമസോണിൽ നിന്ന് മേടിച്ച് അതിട്ട് കൊടുക്കാണ്. രസത്തിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് നന്നായി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ മധുരക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടയായിട്ടുണ്ട് കേട്ടോ. എന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇത് നല്ല വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിപ്പം മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവൊക്കെ നന്നായിട്ടുണ്ടല്ലോ, മധുരം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇതിന് കുറച്ച് മധുരമുള്ള സാധനമാണല്ലോ, അപ്പോൾ കുറച്ച് മധുരം ചേർത്താൽ മതി. ഇവിടെ മധുരത്തിൻ്റെ അളവ് എപ്പോഴും കുറവാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ആ മധുരം ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പം ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുകയാണ് കേട്ടോ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏലക്കയാണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി. വേണമെങ്കിൽ ഇതിന് കളർ ചേർക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും ഇപ്പോൾ ചേർക്കാം. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല, അതിൻ്റേതായ ഇത് തന്നെ മതി. ഉള്ള കളറൊന്നും വാങ്ങിക്കാറൊന്നുമില്ല, ഒന്നും നന്നല്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ പാലാണ്. ഇതിനൊരു ഇതെന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത്, അതുകൊണ്ട് പാലാണ് ചേർക്കുന്നത്. നമ്മുടെ ശരിക്കുള്ള പാൽ കേട്ടോ. ഇത് കുറച്ചെടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ പാലൊന്ന് അതിൽ ചേർന്നൊന്ന് നന്നായി ഒന്ന് പിടിച്ച് അത് സോഫ്റ്റായിട്ട് വരട്ടെ. പാലൊക്കെ ഒന്ന് കുറുകി വരട്ടെ. തീ എപ്പോഴും ചെറുതായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങും പാലൊക്കെ കൂടെ നന്നായി ഇങ്ങനെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യൊക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ അലുവയൊക്കെ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോഴൊക്കെ നെയ്യ് ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ച്. ഇനിയും ഇത് കുറുകേണ്ട കാര്യമുണ്ട്, കുറച്ചുകൂടെയൊക്കെ കുറുകി വരണം. നന്നായി തിളച്ച് ചെറിയ തീയില ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുറുകി വരട്ടെ. നല്ലതാട്ടോ ഈ ഇതാവുന്നു. മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് തന്നെ അതിന് നല്ലൊരു സ്വാദുണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നന്നായി ഒന്ന് കുറുകി വരട്ടെ. മധുരം നോക്കുക,
മധുരം ഇവിടുത്തെ അളവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം ചേർക്കാം. പക്ഷെ ആ മധുരക്കിഴങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ നോക്കുക. അല്ലെങ്കിൽ ഈ മധുരം ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വാദ് ശരിക്കും കിട്ടില്ല. എന്തായാലും ഒന്നും കൂടെ കുറുകട്ടെ കേട്ടോ. അപ്പോൾ അതേ കണ്ട നല്ല അതിങ്ങനെ വിട്ടു പോരണ ഇതായി. നമ്മൾ കേസരിയൊക്കെ ചെയ്യില്ലേ, അതേപോലത്തെ ഒരു ഇതിലേക്ക് വന്നു. ഇത് നല്ല ഒരു തിക്ക് ഫോമിലേക്ക് വന്നു. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർക്കാം. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള സമയമായി. കണ്ടോ നല്ലൊരു തിക്കായി അതിങ്ങനെ വിട്ടുപോരും. നമ്മൾ കേസരി ഇളക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത് വന്നു. അപ്പോൾ അത് കറക്റ്റ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാനത് ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള അലുവയൊക്കെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു സാധനം കേട്ടോ. നമുക്ക് മധുരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണല്ലോ. നല്ല ടേസ്റ്റുള്ള ഒരു സാധനം. പിന്നെയെന്ന് വെച്ചാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം. കുക്കറിൽ അത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. നല്ലൊരു സ്വീറ്റാണ്. നല്ലൊരു പ്രത്യേക സ്വാദ് അതിനുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. എനിക്കാണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മധുരക്കിഴങ്ങ് കൊണ്ട് എന്തുണ്ടാക്കി തന്നാലും ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. നല്ലൊരു സാധനമാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ ഹൽവ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഈ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഈ മധുര പലഹാരം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.